സൈലം ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണ്. അപ്പോ എന്റെ മക്കൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത എന്താണ് നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും എന്റെ മക്കൾക്ക് കിട്ടും. അതേപോലെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിന്റെ ലിങ്ക് എവിടെ കിട്ടും? നമ്മുടെ കമന്റില് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എത്താം. പിന്നെയോ എല്ലാ ലൈവ് ക്ലാസിന്റെയും നോട്ട്സ് എന്റെ മക്കൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ടീച്ചർ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എന്താണ്? കടങ്കഥകളാണ്. കടങ്കഥ എല്ലാവർക്കും ഇഷ്ടല്ലേ? നമ്മള് സ്കൂളിൽ മത്സരം ഉണ്ടാവാറുണ്ട്. അതുപോലെ ടീച്ചർ ചോദിക്കാറുണ്ട് അല്ലേ? കടങ്കഥയുടെ ഉത്തരവൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. കടങ്കഥ നല്ല രസമുള്ള കളിയാണ്, കളിയും കൂടെയാണ് അല്ലെ? കളിയിലൂടെ പഠനമാണ് കടങ്കഥകൾ. അപ്പൊ ടീച്ചർ ഇന്ന് രസകരമായ കുറച്ച് കടങ്കഥകൾ എന്റെ മക്കൾക്ക് പറഞ്ഞുതരാണ്. ആദ്യത്തേത് ഏതാണ് നോക്കാം. അക്കരെ നിൽക്കും തുഞ്ചാണി, ഇക്കരെ നിൽക്കും തുഞ്ചാണി, കൂട്ടിമുട്ടും തുഞ്ചാണി. അക്കരെ നിൽക്കും തുഞ്ചാണി, ഇക്കരെ നിൽക്കും തുഞ്ചാണി, കൂട്ടിമുട്ടും തുഞ്ചാണി. എന്താണ് ഉത്തരം? ഒന്ന് ഓർത്ത് നോക്കിയേ. അക്കരെ നിൽക്കും, ഇക്കരെ നിൽക്കും, കൂട്ടിമുട്ടും തുഞ്ചാണി. ഉത്തരം ഇതാണോ കിട്ടിയതെന്ന് നോക്കിയേ. കൺപീലി. നോക്കിയേ ടീച്ചറിന്റെ കണ്ണ് നോക്കിയേ. നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണൊന്ന് നോക്കിയേ. ഇതാ ഇവിടെയും കൺപീലി, താഴെയും കൺപീലി ഉണ്ട് അല്ലേ? അക്കരയോ ഇക്കരയാണ്. പക്ഷെ ഒന്ന് കണ്ണടിച്ചു നോക്കിയേ, അത് കൂട്ടിമുട്ടാറില്ലേ? അക്കരെ നിൽക്കും തുഞ്ചാണി, ഇക്കരെ നിൽക്കും തുഞ്ചാണി, കൂട്ടിമുട്ടും തുഞ്ചാണി. അപ്പൊ അത് നമ്മൾ പഠിച്ചല്ലേ? നല്ല രസമല്ലേ? ഇനി അടുത്തത്, ഒരു കുപ്പിയിൽ രണ്ടെണ്ണ. ഒരു കുപ്പിയിൽ രണ്ടെണ്ണ. ഒരു കുപ്പിയിൽ രണ്ടെണ്ണ. അതെങ്ങനെയാണ്? ഒരു കുപ്പിയിൽ ഒരെണ്ണയല്ലേ പറ്റൂ? പക്ഷേ നമ്മുടെ ഇതിന്റെ ഉത്തരം ഒരു കുപ്പിയിൽ രണ്ടെണ്ണ എന്ന് പറയുന്നത് ഏതായിരിക്കും? നോക്കിയേ. ഇതാ ഇങ്ങനെ ഒരു കുപ്പിയില് രണ്ടെണ്ണ. ഏതൊക്കെയാണ് ആ എണ്ണ? ഇതാ ഒരു വെളുത്ത എണ്ണയും ഒരു മഞ്ഞ നിറത്തിലുള്ള എണ്ണയും കാണുന്നില്ലേ? നമ്മുടെ മുട്ടയില് കോഴിമുട്ടയൊക്കെ കഴിക്കാറില്ലേ അല്ലേ? അത് പൊട്ടിക്കുമ്പോ എന്താണ്? രണ്ടെണ്ണ. വെളുത്ത നിറത്തിലും കാണും, മഞ്ഞ നിറത്തിലും കാണും. അപ്പൊ ഒരു കുപ്പിയാണ് നമ്മുടെ മുട്ട എന്ന് വിചാരിക്കുക. അതിന്റെ ഉള്ളില് രണ്ട് നിറത്തിലുള്ള എണ്ണകൾ കാണാം. രണ്ട് എണ്ണകൾ അല്ലേ? രണ്ട് തരത്തിലുള്ള എണ്ണകള്. അപ്പൊ ഒരു കുപ്പിയിൽ രണ്ടെണ്ണ മുട്ടയാണ്. പിന്നെയോ, പാലുണ്ട് പശുവല്ല, മുള്ളുണ്ട് മുരിക്കല്ല. പാലുണ്ട് പക്ഷെ പശുവല്ല. നമുക്ക് പാല് തരാറുള്ളത് പശുവാണ്. ഇത് പക്ഷെ പശുവല്ല. മുള്ളുണ്ട് പക്ഷെ മുരുക്ക് മരമല്ല. എന്തായിരിക്കും ഉത്തരം? നമ്മള് ഒന്ന് പറഞ്ഞു നോക്കിയാലോ. അപ്പൊ ഇതാണോ കിട്ടിയേ? നോക്കിയേ. ചക്ക. എല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലേ ചക്ക. ഒന്ന് വെട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വെളിഞ്ഞീരുണ്ടാവാറില്ലേ? അതാണ് ആ പാലല്ലേ? പാലുണ്ട് പക്ഷേ അത് പശു ഒന്നല്ല. ദാ മുള്ളുണ്ട്. മുരിക്ക് മരാണോ? അല്ല. ഉത്തരം ചക്കയാണ്. ചക്ക. പിന്നെ ഒന്ന്, അമ്പാട്ടപ്പട്ടിക്ക് മുമ്പോട്ട് വാല്. എന്താണ് ഉത്തരം? അമ്പാട്ടൊരു പട്ടിയുണ്ട്. അതിന് സാധാരണ പട്ടിക്ക് പുറകിലല്ലേ വാല്? ഇതിന് മുന്നിലാണ് വാല്. ടീച്ചർ ഒരു ക്ലൂ തരാം. വീട്ടില് നമ്മള് അമ്മമാരൊക്കെ തേങ്ങ ചിരവാൻ ഉപയോഗിക്കാറുണ്ട്. എന്താണ്? ചിരവയാണ്. അമ്പാട്ടപ്പട്ടിക്ക് മുമ്പോട്ട് വാല്. ഇതാ ഇവിടെ ഒരു വാല് മുന്നോട്ടാണ് അല്ലേ? പക്ഷെ പട്ടിയെ പോലെ ഒന്നും തോന്നുന്നില്ലെങ്കിലും അമ്പാട്ടെ പട്ടിയാണ് ഇതെന്ന് വിചാരിക്കുക. അതിന്റെ വാലിതാ മുന്നോട്ടാണ്. ചിരവയാണ്. അടുത്തത്, കറുത്ത പാറയ്ക്ക് വെളുത്ത വാല്, വെളുത്ത വേര്. കറുത്ത പാറയ്ക്ക് വെളുത്ത വേര്. കറുത്ത പാറ, അതിന് വെളുത്ത വേര്. എന്തായിരിക്കും? കറുത്ത നിറത്തിലുള്ള ഒരു പാറ, അതിന് വെളുത്ത നിറത്തിലുള്ള വേര്. എന്തായിരിക്കും? ആന. നോക്കിയേ, ആനതല്ലേ? കറുത്ത പാറയെ പോലെ ഉണ്ട് ആന. പക്ഷെ അതിന്റെ വെളുത്ത നിറത്തിലുള്ള വേര് പോലെയുള്ള കൊമ്പല്ലേ? അല്ലേ? അപ്പൊ കറുത്ത പാറയ്ക്ക് വെളുത്ത വേര്. ഉത്തരം ആനയാണ്. ആന. അടുത്തത്, അടിപാറ. അടിപാറ പോലെ. നടുവടി പോലെ. മീതെ ഒരു കുട. അങ്ങനെ ഉണ്ടാവും. അടിപാറ, നടുവടി, മീതേ കുട.
എന്താണ് ഉത്തരം? എന്താണ്? ഇതാ നമുക്ക് ചിലർക്ക് ഇത് മുറിച്ചാല് ചൊറിയുമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ കറിയൊക്കെ ഉണ്ടാക്കിയാല് നല്ല ടേസ്റ്റ് ആണ്. കറി ഉണ്ടാക്കാറുണ്ട്, പിന്നെ എന്താണ്, അച്ചാറിടാറുണ്ട്, തോരൻ വെക്കാറുണ്ട്. ഇതിന്റെ ഇലയും ഉപയോഗിക്കും. ഇതിന്റെ അടി ഇങ്ങനെ ഉണ്ടാവും, പാറ പോലെ. അടി പാറ, നടു വടി പോലെ, പിന്നെ മേലെയോ മീതെ കുട പോലെ. അപ്പോ ഉത്തരം ചേനയാണ്. നിങ്ങളുടെ പറമ്പിലൊക്കെ ഉണ്ടോന്ന് നോക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഇത്രയും കടങ്കഥകളാണ് പഠിച്ചത്. ഈ കടങ്കഥകളൊക്കെ ഇഷ്ടായില്ലേ? ടീച്ചറെ അടുത്ത ക്ലാസ്സിലെ അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വരും. രസകരമായിട്ടുള്ള വീഡിയോ ആയിട്ട് ടീച്ചർ ഇനിയും വരുന്നതായിരിക്കും. അപ്പോ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ. ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം സൈലം ലേണിംഗ്.